ഇവിടെ ബഹുമാനപ്പെട്ട മിനി എല്ലാ ചർച്ചകളിലും കഴിഞ്ഞ 36 ദിവസമായിട്ട് ഞാൻ വന്ന് നുണ പറയുകയാണെന്നാണ്. ഏതായാലും ഈ സമരത്തിൽ 26,125 ആശാ വർക്കേഴ്സ് കേരളത്തിലുള്ളതിൽ 500-ൽ താഴെ ആശാ വർക്കേഴ്സാണ് സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് വളയാൻ പല ഭാഗത്തുനിന്നും നിങ്ങൾ ആളെ കൊണ്ടുവന്നു, അതൊക്കെ സത്യം. ഏത് നുണയാണ് ഞാൻ പറഞ്ഞതെന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇപ്പൊ അങ്ങ് പറഞ്ഞു സിക്കിം. ആ സിക്കിമിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടത്തിയപ്പോൾ എത്രയാണ് സിക്കിമിൽ കൊടുക്കുന്ന ഓണറേറിയം എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം എന്തുകൊണ്ടാണ് അവിടെ ഒരു അവകാശ ലംഘനം വരാത്തത്? മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ അന്നേരം പ്രമേയം അവതരിപ്പിച്ച്? അവിടെ 40 UDF ആളുകളുണ്ടല്ലോ, BJPക്ക് ആളില്ലെങ്കിലും ഒരു ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശ ലംഘന നോട്ടീസ് അവിടെ വന്നോ? അപ്പൊ മന്ത്രി പറഞ്ഞത് ശരിയാണ്. JP നദ്ദ എന്താ പറഞ്ഞ പാർലമെന്റിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇവിടത്തെക്കാൾ കൂടുതൽ സിക്കിമിനാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മിഷൻ ഡയറക്ടർ കൊടുത്ത അല്ല ഒറ്റമിട്ട് ഇല്ല. എന്താ ആരോഗ്യമന്ത്രി പറഞ്ഞേ? മിഷൻ ഡയറക്ടർ അയച്ച കത്ത് ഇതാണ്. ആ കത്ത് പ്രകാരം പ്രഖ്യാപനങ്ങൾ പലതുണ്ട്, കൊടുക്കുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന രേഖയാണ് വെച്ചത്. എന്തുകൊണ്ട് അത് തെറ്റാണെങ്കിൽ നമ്മുടെ നിയമസഭയിൽ ഒരു അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് വന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. പിന്നെ കർണാടകം ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. എന്താണ് കർണാടകത്തിന്റെ ബജറ്റിൽ കഴിഞ്ഞോണ പറഞ്ഞത്? കൃത്യമായി വായിക്കാം. ദ ഓണറേറിയം ഓഫ് ആശാ വർക്കേഴ്സ് വിൽ ബി എൻഹാൻസ്ഡ് ബൈ 1000 ബൈ പ്രൊവൈഡിംഗ് ടൈം ബേസ്ഡ് ഇൻസെന്റീവ്. 5000 ആയിരുന്നു 6000 ആക്കാൻ പ്രഖ്യാപിച്ചു. എവിടെ കൊടുത്തോ? ഏത് സംസ്ഥാനത്താണ് കൊടുത്തത്? പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്തില്ലെന്നോട്ട് കേരളത്തിൽ കൊടുക്കില്ലെന്നല്ല പറയുന്നത്. കർണാടകയിലെ സമരം 5-ാം ദിവസത്തിലെത്തിയപ്പോൾ അവർക്കത് 10,000 കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് അവിടെ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. ഇവിടെ സമരം 36-ാം ദിവസത്തിലായിരിക്കുമ്പോഴും കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമാകുന്നില്ല. ഇനി വാദത്തിന് താങ്കൾ പറയുന്ന ഒക്കെ സമ്മതിച്ചാൽ തന്നെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുമായി കേരളത്തെ കമ്പയർ ചെയ്യുകയാണല്ലോ. ജീവിത നിലവാരത്തിൽ നിങ്ങൾ ഉയർന്ന അവസ്ഥ എന്ന് എപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുന്നതല്ലേ? ഇവിടെ 7,000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? അത് മതി എന്ന തീരുമാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റു പലർക്കും കൂട്ടിക്കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ലല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്. അതിനവർ പറയുന്ന വാചകമാണ്, നിങ്ങൾ ഭരണാധികാരികളുടെ ധൂർത്ത് ആണ് പ്രതിസന്ധിക്ക് കാരണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യം. ഒറ്റ കാര്യം ഞാനത് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇപ്പൊ BJPയുടെ പ്രതിനിധി എന്താ പറയുന്നത്? ഈ സമരം വന്നതിന് ശേഷം കേന്ദ്രം എത്ര ചടുലതയോടെയാണ് നീങ്ങിയത്, അങ്ങ് വലിയ മാറ്റം രാജ്യത്ത് വന്നു. 1 രൂപ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? 3 തവണ കേന്ദ്രമന്ത്രി ഈ സമരപ്പന്തലിൽ വന്നല്ലോ, കുടയായിട്ട് വന്നു, വടിയായിട്ട് വന്നു, പാട്ടുപാടി എല്ലാം അവിടെ വന്നു. 3 തവണ വന്നു. അവസാനം എന്താ പറഞ്ഞേ? ഈ വന്നിട്ട് കാര്യമില്ല, ഉത്തരവ് കൊണ്ടുവന്നെന്ന്. JP നദ്ദ ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് നുണ പറഞ്ഞപ്പോ ഇന്ന് അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് വന്നു. ആ കാര്യം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട VV രാജേഷ് എന്താ പറഞ്ഞേ? ആരോഗ്യമന്ത്രി പറഞ്ഞ വിശ്വസിക്കേണ്ടതെന്ന്. ഇവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോ പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് പറഞ്ഞു 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു കേരളത്തിനെന്ന്. പച്ചയായ നുണ പറഞ്ഞില്ലേ? പിന്നെ പരിസ്ഥിതി മന്ത്രി നുണ പറഞ്ഞില്ലേ? അവിടെ മുഴുവൻ കയ്യേറ്റക്കാരാണ്, അവരുടെ ജീവിത രീതിയാണെന്ന്. അങ്ങനെ എത്രയോ നുണ ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. 36 ദിവസമായി ഈ സമരം നടത്തുമ്പോൾ 1 രൂപ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടാണ് കേരളം അതിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തതെങ്കിൽ നമുക്ക് മറുപടി പറയാം. ഇവിടെ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തോട് അനുഭാവമായ നിലപാട് തന്നെയാണ്. ഞാൻ അങ്ങേക്ക് അയച്ചു തന്നല്ലോ, ഫെബ്രുവരി മാസം 7-ാം തീയതി ഇട്ട ഉത്തരവ്. കഴിഞ്ഞ മാസം ചർച്ചയിലും ഞാൻ ഈ ഉത്തരവ് ഇട്ട് തന്നതാ. ഇന്നിപ്പോ ഈ 36 ദിവസമായി സമരം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടിയതെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു സംശയമില്ല. കാരണം ക്ലെയിം നേടിക്കോട്ടെ. ഇത് കൂടുതൽ ജീവിത സൗകര്യം വേണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, ജീവിത സൗകര്യം വർദ്ധിപ്പിക്കണം, ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം, ലേബർ ഇവിടെ കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള മിനിമം വേജസിന്റെ പരിധിയിൽ ഇവർ വരണം. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന തൊഴിൽ ഭാരവും എല്ലാം അനുഭവമുള്ളവരാണ്. ആണല്ലോ അരുൺകുമാർ ആവർത്തിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മന്ത്രിസഭാ യോഗ തീരുമാനമെടുത്ത് ബാക്കിയുള്ളവർക്ക് ഇരട്ടിയിലധികം ഒക്കെ കൂട്ടിക്കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ ദാരിദ്ര്യ പ്രസ്താവന ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ അതാണ് അവർ പറയുന്നത്, നിങ്ങളുടെ ധൂർത്തിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അല്ല, ഒറ്റ കാര്യം, എത്ര ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ജില്ലാ ജഡ്ജിയുടെ പരിഗണനയുള്ളവർക്ക് 9 കൊല്ലമായി തടഞ്ഞു വച്ച ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തല്ലോ.
കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഈ ആശാ വർക്കേഴ്സിന്റെയും അംഗൻവാടി വർക്കേഴ്സിന്റെയും എല്ലാം ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞു. ഇവിടെ ഒരു വലിയ സമരം വരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ഒരു കമ്മിറ്റി വെക്കുന്നു, 2 ആഴ്ച പഠിക്കുന്നു, കുടിശ്ശിക എത്ര കഷ്ടപ്പെട്ടും തരും, കേന്ദ്രം തന്നില്ലെങ്കിലും തരും, അത് കൊടുക്കുന്നു, മറ്റു വിഷയങ്ങൾ അഡ്രസ് ചെയ്യും, പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇതെല്ലാം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടും ഇപ്പൊ തന്നെ വേണം ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുന്ന സാഹചര്യം. അത് ഒരു സാഹചര്യം വേണ്ട. കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല എന്നത് യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോഴും എല്ലാത്തിനും എന്ത് സമരത്തിനും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന് പറയുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി പ്രകാരമുള്ളവർക്ക് കൃത്യമായി വർധന കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഏതിലാണ് എന്ന് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്നും അരുണായിരുന്നല്ലോ നമ്മുടെ അതിഥി. അത് അരുൺ പറഞ്ഞല്ലോ, ഇവിടെ അങ്കണവാടി ജീവനക്കാർ അവർ സമരം ചെയ്യുന്നുണ്ടോ എന്ന്. അവരും ഇറങ്ങിയല്ലോ. അവരോട് സമരം ചെയ്യുന്ന അവരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അങ്കണവാടി ജീവനക്കാരായാലും ആശാ വർക്കർമാരായാലും അവർക്ക് അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള, അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം, അല്ലേ? 36 ദിവസം നാടകം കളിക്കില്ലല്ലോ, വെയിലും മഴയും കൊണ്ട് 36 ദിവസം നാടകം കളിക്കില്ലല്ലോ സ്ത്രീകൾ. ആ സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അത് ജനം കാണുന്നുണ്ട് എന്നാണ് ഇന്ന് സമരവേദിയിൽ അതിന് പിന്തുണ അർപ്പിക്കാനെത്തി എല്ലാവരും തന്നെ പ്രസംഗിച്ചത്. അരുൺകുമാർ, ഇത് ഈ സമരം നിങ്ങൾക്ക് പൊള്ളലേൽപ്പിക്കും, നിങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എന്നാണ് എത്തുക? ഒറ്റ മിനിറ്റ്. ഇപ്പൊ അംഗൻവാടി വർക്കേഴ്സ് വന്നു, നാളെ മറ്റ് സ്കീം വർക്കേഴ്സ് വരും, അടുത്തയാഴ്ച വീണ്ടും വരും. ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ വിത്ത് വിതയ്ക്കാൻ നിരവധി ആളുകളാണ് ശ്രമിക്കുന്നത്. ഒരു ഡോറിലൂടെ KPCCയുടെ ഇപ്പോഴത്തെ നേതാവ് വരുന്നു, മറു ഡോറിലൂടെ പ്രതിപക്ഷ നേതാവ് വരുന്നു, ഇതിന്റെ ഇടയിലൂടെ ഡോറിലൂടെ മുൻ പ്രതിപക്ഷ നേതാവ് വരുന്നു, മുകളിലൂടെ BJPയുടെ നേതാക്കന്മാർ വരുന്നു. ഈ നടപ്പാക്കുന്ന സ്കീം പ്രഖ്യാപിച്ച 1 രൂപ വർദ്ധിപ്പിക്കേണ്ട. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, നിങ്ങൾ ഈ എന്നെ കൊണ്ട് പറയിപ്പിക്കാതാണെങ്കിൽ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരുന്നാ പോരെ. ഇവിടെ ഒരു 4 ഡോറേ സെക്രട്ടേറിയറ്റിനുള്ളൂ. ഇവർ 10 ഡോർ ഉണ്ടാക്കി വരികയാണ്. BJPയുടെ നേതാക്കന്മാർ വന്ന് തള്ളുകയാ. എന്തിനാ? LDF ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോഴേ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ. എന്നാൽ 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിട്ട് വേണ്ട ഈ സമരത്തിലേക്ക് വരാനെന്ന് ആങ്കറായ താങ്കൾ പോലും ശ്രീ VV രാജേഷ്, ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമല്ലേ, ചോദിക്കുന്നില്ലല്ലോ. കൊട്ടിഘോഷിച്ച് കുറെ കാര്യങ്ങൾ പറയാം, പക്ഷെ പറ്റുന്നില്ല. ഇന്ന സംഘടനയുടെ ബാനറിലായാൽ സമരം നല്ല സമരം, അല്ലാത്ത സമരമെല്ലാം അരാജക സമരം. അതെന്ത് നിലപാടാണ്? സമരത്തിന് ഇന്ന ആളുകളെ പിന്തുണ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർ എത്തിയാൽ അത് അരാജക സമരം, കുത്തിത്തിരിപ്പ് സമരം. അതെന്ത് നിലപാടാണ്? തൊഴിലാളി സംഘടനയായി CITUവിനെ മാത്രം അംഗീകരിക്കുകയുള്ളൂ. അതെന്ത് നിലപാടാണ്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് എത്ര വേണമെങ്കിലും സമരം ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യാം, ഏത് രൂപത്തിൽ സമരം ചെയ്യാം, അതൊക്കെ ആ സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒറ്റ വിഷയമുള്ളൂ, ഈ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ പ്രതിപക്ഷ നേതാവും സമരത്തിന്റെ പന്തലിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. പക്ഷെ ഇവരിരുന്നപ്പോ ആകെ വർദ്ധിപ്പിച്ചത് 5 കൊല്ലം കൊണ്ട് 700 രൂപയാണ്. ഈ ഗവൺമെന്റ് 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചു, 6000 രൂപ വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ജീവിത ബുദ്ധിമുട്ട്, ഇതിനിടയിലായിരുന്നല്ലോ പ്രളയം, കോവിഡ്, ഓഖി ദുരന്തം, നിപ വൈറസ്, പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനിടയിലും നമ്മൾ വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സമരത്തെയും തള്ളി പറയുന്നില്ല. സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന മാക്സിമം ചെയ്യും, ഇനിയും ചെയ്യും. അത് ചെയ്തു തന്നെ മുന്നോട്ട് പോകും. നുണപ്രചരണം നടത്തുന്നവരും ഇത്തരം ചർച്ചകളിൽ വന്ന കൃത്യമായിട്ടുള്ള പോയിന്റ് പറയുമ്പോൾ അത് മുഴുവൻ കള്ളമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും അങ്ങനെ ശ്രമിച്ചോട്ടെ. നിങ്ങളെ പരിഗണിക്കുമെന്നാണെങ്കിൽ ആ സമരപ്പന്തലിലേക്ക് പോകേണ്ടിയിരുന്നു. നിങ്ങളെ പരിഗണിക്കും, നിങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ കൂട്ടിത്തരും. ഇപ്പോൾ ഇതാണ് ബുദ്ധിമുട്ട് സമരപ്പന്തലിൽ ചെന്നാണ് പറയേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട ഉറപ്പ് നിങ്ങൾ നേരിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു സമരത്തിലും പറഞ്ഞ ചരിത്രമില്ല. ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി ചർച്ച വിളിച്ച് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. അങ്ങനെ സമരപ്പന്തലിൽ ചെന്ന് പിന്തുണ നേടുന്ന സംസ്കാരമല്ല ഇവിടെ ഗവൺമെന്റിനുള്ളത്. ഇത്ര ദിവസമായി സ്ത്രീകൾ ഇരിക്കുമ്പോൾ അനുതാപത്തോടെ പരിഗണിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. സ്ത്രീകളാണല്ലോ, നിങ്ങളുടേത് സ്ത്രീപക്ഷ സർക്കാരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നതല്ലേ എപ്പോഴും. അപ്പോൾ സ്ത്രീപക്ഷ സർക്കാർ ഈ സമരം ഇരിക്കുന്ന ഈ പറയുന്ന 500-ൽ ഇന്നാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വരുത്തിച്ചവരാണ്. ബാക്കിയൊക്കെ 500-ൽ താഴെ, ബാക്കി അവിടെ നിന്നും ഇവിടെ നിന്നും വരുത്തിച്ചവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു. അങ്ങനെ നാടകം കളിച്ചവർ വൈകുന്നേരം ആയപ്പോഴേക്കും കുഴഞ്ഞു വീണിട്ടുമുണ്ട്. അതും നാടകമാണോ?
ഒരു സമരത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാമോ അരുൺകുമാർ? ഒറ്റ മിനിറ്റ്. ഈ കേരളത്തിൽ ഒറ്റ മിനിറ്റ് കേരളത്തിൽ ആശാ വർക്കേഴ്സ് ഡ്യൂട്ടിക്ക് കയറിയതിന്റെ ലിസ്റ്റ് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതായത് 26,125 പേരിൽ ഒരു 450 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്നലെ വരെ ശനിയാഴ്ച വരെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ആ അറ്റൻഡൻസ് ഷീറ്റ് നോക്കിയാലെങ്കിലും താങ്കൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്ക്, അല്ലെങ്കിൽ താങ്കളും ആരോപണമായിട്ട് തുടര്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.